വെൽക്കം ടു MJ's ലേണിംഗ് സ്പോട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ രണ്ട് സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അതായത് രണ്ട് സർക്യൂട്ടിലും നമ്മൾ സെയിം വാട്ടേജുള്ള 3 വാട്ടിൻ്റെ രണ്ട് ബൾബുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം വോൾട്ടേജാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് സർക്യൂട്ട് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഒരെണ്ണത്തിൽ നമുക്ക് ബൾബ് കാണുന്നത് പാരലായിട്ടാണ്, ഒന്നിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഒരു ബൾബ് കഴിഞ്ഞിട്ട് വേറൊരു ബൾബിനകത്ത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണക്ഷൻസ് ഉണ്ടാവും. ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഏത് സർക്യൂട്ടിലായിരിക്കും ബൾബ് കൂടുതൽ ബ്രൈറ്റായിട്ട് തെളിയുക? അപ്പം ഞാനിപ്പോൾ പറയുകയാണ് ഈ ഒരു സർക്യൂട്ട്, ഇപ്പോൾ സർക്യൂട്ട് എ, സർക്യൂട്ട് ബി. ഞാൻ പറയുകയാണ് എ എന്നുള്ള സർക്യൂട്ടിനകത്താണ് ബൾബ് കൂടുതൽ ബ്രൈറ്റായിട്ട് തെളിയുക. കാരണം അതിനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പം അതിനകത്ത് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു സംഭവത്തിനകത്ത് പറയുകയാണ്, ഇതിനകത്ത് കൂടുതൽ ബ്രൈറ്റായിട്ട് ലൈറ്റ് കത്തും, ഇതിനകത്ത് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. വേറൊരു കാര്യം കൊണ്ട് ഇതിനകത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത്, ഈ രണ്ട് സർക്യൂട്ടിനകത്തും നമ്മൾ ഒരു ബൾബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഏതായിരിക്കും വീണ്ടും തെളിയാൻ ചാൻസ് ഉള്ളത്? അതായത് രണ്ടെണ്ണത്തിനകത്ത് നമ്മളിപ്പോൾ നോക്കുകയാണ്, ഇതിനകത്ത് ഞാൻ ഈ ഒരു ബൾബ് അങ്ങോട്ട് റിമൂവ് ചെയ്തു, അപ്പോൾ ഇവിടെ ഇപ്പോൾ കണക്ഷൻ ഇല്ല. പക്ഷേ ആ കണ്ടീഷനാണെങ്കിലും ഈ B1 ഗ്ലോ ചെയ്യില്ലേ, കാരണം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിയപ്പം ഈ ഒരു ബൾബ് ഞാൻ റിമൂവ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് സർക്യൂട്ട് ബ്രേക്കായി, പിന്നെ അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, അപ്പോൾ B2 കത്തില്ല. നേരെ മറിച്ച് ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചു, എന്നിട്ട് B2 ആണ് റിമൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിലും എന്താണ്, ഇവിടെ എത്തുമ്പോൾ കറണ്ട് സ്റ്റോപ്പ് ആവും, പിന്നെ അങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം ഏത് കേസിലാണെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബൾബ് റിമൂവ് ചെയ്താൽ കംപ്ലീറ്റ് സർക്യൂട്ട് പോയി. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താലും ബാക്കിയുള്ളത് വർക്ക് ചെയ്യും. അപ്പം നമുക്ക് ശരിക്കും എങ്ങനെയാണ് ഈ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ എന്നുള്ളത് നോക്കാം ഒരു റെസിസ്റ്റർ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുന്ന സീരീസ് കണക്ഷൻ. അപ്പം നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് ഇപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇത് റെസിസ്റ്റർ 1, ഇത് റെസിസ്റ്റർ 2. ഇവിടെ നമ്മളൊരു കറണ്ട് കൊടുക്കുകയാണ്. അപ്പം ഇതാണ് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. അതായത് നമ്മൾ ഒരു വര വരച്ചിട്ട് ഈ ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരച്ചിട്ട് ആർന്നത്, ഇതാണ് റെസിസ്റ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേക സീരീസ് കണക്ഷൻ ആണെങ്കിൽ ത്രൂ ഔട്ട് ഉള്ള കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ത്രൂ ഔട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഓരോ റെസിസ്റ്ററിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റീവ് പവറിനനുസരിച്ച് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഒരു V കൊടുക്കുകയാണെങ്കിൽ അത് ഈ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഇല്ലേ, അപ്പോൾ അത് V1 + V2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഈ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആയിരിക്കും, R2 അക്രോസ് ഉള്ള വോൾട്ടേജ് V2 ആയിരിക്കും, നമ്മൾ ടോട്ടൽ ഒരു V കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ കറണ്ട് അക്രോസ് ഇതെന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതാണ് സീരീസ് കണക്ഷൻ്റെ ഒരു പെക്യുലാരിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ? അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളത് ഈ സർക്യൂട്ടിൻ്റെ. അപ്പോൾ V = V1 + V2 നമുക്ക് കിട്ടി, കാരണം വോൾട്ടേജ് അക്രോസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. V എന്താണ് ശരിക്കും? നമ്മൾ ആ ഓംസ് ലോ വെച്ചിട്ട് V = IR എന്ന് എഴുതിക്കൂടെ നമുക്ക്? V = IR എന്ന് എഴുതാം. അപ്പം ഈ ഒരു കേസിലാണെങ്കിലോ V = IR = V1 ആകുമ്പം R1 അക്രോസ് ഉള്ളതല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞു സീരീസ് കണക്ഷൻ ആണെങ്കിൽ I എല്ലാത്തിലും സെയിം ആയിരിക്കും. അതായത് ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് മാത്രമാണ് ഡിഫറെൻ്റ് ആവുന്നത്.
അപ്പം V1 എന്ന് പറഞ്ഞാൽ നമുക്ക് IR1 എന്ന് എഴുതി കൂടെ, V2 എന്ന് പറഞ്ഞാൽ IR2 എന്ന് എഴുതാം. I1 I2 എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം അക്രോസ് I എന്ന് പറഞ്ഞാൽ I ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? IR1 പ്ലസ് IR2 എന്ന് എഴുതാം. ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് I ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പം നമുക്ക് കിട്ടി സീരീസ് കണക്ഷൻ ആണെങ്കിൽ, കുറേ റെസിസ്റ്റേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ഓവറോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 റെസിസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ സം എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ആയിരിക്കും. ഇപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 റെസിസ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ രീതിയിലിപ്പം R1, R2, R3, R4, R5 ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് R5. അതായത് ടോട്ടൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ സം ആയിരിക്കും നമ്മുടെ ഫൈനൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം ഇതൊക്കെ ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്കൊരു സർക്യൂട്ടിനകത്ത് സെയിം റെസിസ്റ്റൻസ്, അതായത് R എന്നുള്ളൊരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസുള്ള കുറേ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 പ്ലസ് R2 പ്ലസ് R3 അങ്ങനെ N റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ എത്ര റെസിസ്റ്റർ ഉണ്ടോ ഇൻറ്റു ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ. അപ്പം ഈ കണ്ടീഷൻ വരണമെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂ ആയിരിക്കണം. അതായത് ഇത് 2 ohm ത്രൂ ഔട്ട് 2 ohm ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ N ഇൻറ്റു 2. അപ്പോൾ ഈ കേസിലാണെങ്കിൽ 1 2 3 4 എണ്ണം അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ohms കിട്ടും. നേരെ മറിച്ച് ഇത് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, 2 ആണ്, 3 5 6 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 6 ഈ രീതിയിൽ നമ്മൾ ആഡ് ചെയ്യണം. സെയിം ആണെങ്കിൽ നമുക്ക് N ഇൻറ്റു R എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇതാണ് സീരീസ് കണക്ഷൻ. ഇനി നമുക്ക് പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കണക്ഷനാണ് പാരലൽ കണക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്നൊരു കറണ്ട് I വരുന്നുണ്ട്, ഒരു ലൈൻ വരുന്നുണ്ട്, കറണ്ട് ക്യാരിങ് ലൈൻ. അത് സ്പ്ലിറ്റായിട്ട് 2 റെസിസ്റ്റേഴ്സിലേക്ക് പോവാണ്. ഇതിപ്പം R1 R2. അപ്പം ഈ ടൈപ്പ് കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയാം. അതായത് ഇപ്പം ഈ ഒരു റെസിസ്റ്ററിനെ നോക്കുകയാണെങ്കിലും A B ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ്. ഈ റെസിസ്റ്റർ നോക്കുകയാണെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്, എൻഡിങ് പോയിന്റ് ഇതാണ്. അപ്പം 2 റെസിസ്റ്റർ നോക്കുകയാണെങ്കിലും സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം സ്ഥലത്തു നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള കണക്ഷനാണ് പാരലൽ കണക്ഷൻ എന്ന് പറയാം. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് റെസിസ്റ്റേഴ്സിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സീരീസ് കണക്ഷനകത്ത് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഡിഫറെൻ്റ് ആയിരിക്കും, അതായത് റെസിസ്റ്റർ വാല്യൂവിനനുസരിച്ച് സ്പ്ലിറ്റ് ആവുന്നുള്ളത്. പക്ഷേ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറെൻറ്റ്, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അക്രോസ് A ആൻഡ് B ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ സെയിം ആയിരിക്കും ഇവിടെ. പക്ഷേ കറണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററിനും അനുസരിച്ചിട്ടും ആ റെസിസ്റ്റർ വാല്യൂവിനനുസരിച്ച് കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് കറണ്ട് എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ നമുക്ക് 2 റെസിസ്റ്റർ അല്ലേ ഉള്ളൂ. അപ്പം I എന്നുള്ളത് ഇതിലൂടെ സ്പ്ലിറ്റായി ഇതിലെ I1ഉം ഇതിലെ I2ഉം ആയിരിക്കും. അപ്പോൾ ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2I. അപ്പോൾ ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം I എന്ന് പറഞ്ഞാൽ V/R ആണ് അല്ലേ. പക്ഷേ ഈ ഒരു പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്താ? V അക്രോസ് ഈച്ച് റെസിസ്റ്റർ സെയിം ആയിരിക്കും.
അപ്പോൾ നമുക്ക് ഈ I = I1 + I2 എന്നുള്ളത് V/R ഫോമിൽ എഴുതിക്കൂടെ. I എന്ന് പറഞ്ഞാൽ V/R, ഈ R എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈസ് ഈക്വൽ ടു I1 എന്ന് പറഞ്ഞാൽ എന്താ, V/R1 അല്ലേ, I2 V/R2. കാരണം ഇത് V1 V2 എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം ടോട്ടൽ നോക്കുമ്പോൾ V സെയിം ആണ് എല്ലാത്തിനും. അപ്പോൾ V/R1 പ്ലസ് V/R2. അപ്പോൾ ഈ V എല്ലാം കോമൺ അല്ലേ, അപ്പം നമുക്കിതെങ്ങനെ എഴുതാം, 1/R = 1/R1 + 1/R2. അപ്പോൾ പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമാറ്റിലാണ്, അതായത് 1/R എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2. ഈ R ആണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദി ഹോൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും, 1/R = R1 + R2 ഡിവൈഡഡ് ബൈ R1 × R2. പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1/R ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഒരിക്കലും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതന്നെ ആൻസർ എഴുതി വെക്കരുത്, കാരണം നമുക്ക് കിട്ടുന്ന 1/Rൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ നമുക്ക് R എന്നുള്ളത് എങ്ങനെ എഴുതാം, ഇത് നേരെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ, R = R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2. ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ എഴുതുക. അപ്പം ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R തന്നെ കിട്ടും. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് 1/R ആയിരിക്കും കിട്ടുക. അപ്പം 3 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതേപോലെ ഒരു മൂന്നാമതൊരു റെസിസ്റ്ററും കൂടെ ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, 1/R എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2 + 1/R3. അപ്പം എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ, പാരലായിട്ട് എത്ര റെസിസ്റ്റർ കണക്ട് ചെയ്തോ അത്രയും റെസിസ്റ്റേഴ്സിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ സം ചെയ്യുന്നത്. അതായത് 1/R1 + 1/R2 + 1/R3 = നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1/R ആയിരിക്കും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. 2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ടിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പം R = R1 R2 / R1 + R2 നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു രീതി തന്നെ ചെയ്യണം. എന്നിട്ട് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1/R ഫോമാറ്റിലായിരിക്കും, അത് തിരിച്ചിടാൻ മറക്കരുത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു സീരീസ് കണക്ഷനകത്ത് സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എത്ര എണ്ണം കണക്ട് ചെയ്തു, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ n × R അല്ലേ. ഈ ഒരു കേസിലാണെങ്കിൽ ഇപ്പം n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു. ആ ഒരു കണ്ടീഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R/N ആണ്. അതായത് ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു എന്നുള്ളത് നോക്കണം. അപ്പം ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവുക എപ്പോഴാണ്, എല്ലാ റെസിസ്റ്റേഴ്സും പാരലായിട്ട് കണക്ട് ചെയ്ത എല്ലാ റെസിസ്റ്ററിൻ്റെയും വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ വരിക. ഇപ്പം നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തു, ഇപ്പം ഇതെല്ലാം സെയിം വാല്യൂ ആണ്. ഇപ്പോൾ 2 Ω ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R/N അല്ലേ, ഒന്നിൻ്റെ വാല്യൂ 2 ഡിവൈഡ് ബൈ 1 2 3 4 എണ്ണം ഉണ്ട്, 2/4 നമുക്ക് 1/2 Ω ആയിരിക്കും അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നേരെ മറിച്ച് ഇതെല്ലാം ഡിഫറെൻ്റ് ആണെങ്കിലോ 2 3 4 5 ആണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, 1/2 R അല്ല, 1/R = 1/2 + 1/3 + 1/4 + 1/5. ഇതിൻ്റെ സം ചെയ്താൽ നമുക്ക് 1/R കിട്ടും. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് R വാല്യൂ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഒന്ന് കമ്പയർ ചെയ്യാം ചില കാര്യത്തിൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സീരീസ് കണക്ഷനകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്
പക്ഷേ പാരലലിനകത്താണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിപ്പം R1 + R2 + R3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോവുകയാണ്. നേരെ മറിച്ച് പാരലലിലാണെങ്കിൽ 1/R1 + 1/R2 ആ രീതിയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറയും. ഇപ്പോൾ നിങ്ങളൊരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പോൾ സെയിം റെസിസ്റ്റേഴ്സ് ആണെന്ന് വിചാരിച്ചു. അതായത് ഒരു 10 Ω ഉള്ള 5 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു, 5 എണ്ണം കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? 10 Ω ഉള്ളത് 5 തവണ, അപ്പോൾ 10 + 10 + 10 + അങ്ങനെ 5 തവണ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 50 Ω അല്ലേ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയില്ലേ. നേരെ മറിച്ച് ഈ 10 Ω ഉള്ള റെസിസ്റ്റേഴ്സ് 5 എണ്ണം പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് R/N അല്ലേ ഇക്വേഷൻ വരെ. അപ്പം 10/5 2 Ω അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ നോക്കുകയാണെങ്കിൽ എന്താ, സീരീസ് കണക്ഷനകത്താണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും. നേരെ കുറച്ച് പാരലൽ കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു ദി വാല്യൂ ഓഫ് ഈച്ച് റെസിസ്റ്റർ. അത് നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂവിനനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ആകും. ഇപ്പോൾ V എന്ന് പറഞ്ഞാൽ V1 + V2 അങ്ങനെ എത്ര റെസിസ്റ്റർ ഉണ്ടോ അതിനനുസരിച്ച് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ കറണ്ട് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് സെയിം തന്നെയായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ പാരലൽ കണക്ഷനിൽ വരികയാണെങ്കിൽ ഇവിടെ കറണ്ടാണ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ ത്രൂ ഔട്ട് സെയിം തന്നെയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതായത് സീരീസിനകത്താണെങ്കിൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ആവും, കറണ്ട് സെയിം ആയിരിക്കും. പാരലലിലാണെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ആവും, വോൾട്ടേജ് സെയിം ആയിരിക്കും. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓരോ റെസിസ്റ്ററും സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാരലൽ ഓരോ റെസിസ്റ്ററും നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം സീരീസ് കണക്ഷൻ ആണെന്ന് വിചാരിച്ചു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ സ്വിച്ച് വെക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് ഒരു റെസിസ്റ്റർ വീണ്ടും ഒരു സ്വിച്ച് വെച്ചു, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു, പാരലൽ കണക്ഷൻ എടുക്കുന്നു. ഇപ്പം ഇതിനകത്ത് ഇത് എല്ലാം സ്വിച്ചസ് ആണ്, ഇത് ഓരോ റെസിസ്റ്റേഴ്സ് ആണ്, ഇതോരോ സ്വിച്ചസ്, ഇത് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ ഫുള്ള് പാസ് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. ഈ സ്വിച്ച് ഞാൻ ഓഫാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം ഈ സർക്യൂട്ട് ഫുള്ളായിട്ട് അവിടെ ബ്രേക്കായി, പിന്നെ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്വിച്ച് ഓണാക്കി ഇത് ഓഫാക്കി എന്ന് വിചാരിച്ചു, അപ്പോഴും കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നില്ല, ബ്രേക്ക് ആവുകയാണ്. നേരെ മറിച്ച് ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു സ്വിച്ച് ഓപ്പൺ ആക്കി ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റെസിസ്റ്റർ മാത്രം ഓഫായി, ബാക്കി ഈ 2 റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു, എന്നിട്ട് ഈ സ്വിച്ച് ഞാൻ ഓഫാക്കി. അങ്ങനെയാണെങ്കിലോ കറണ്ട് വന്നിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഇതിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഈ റെസിസ്റ്ററിലൂടെ മാത്രം പാസ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓരോ റെസിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓരോ റെസിസ്റ്ററിനും അതിൻ്റെതായ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ആ റെസിസ്റ്ററിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ വീട്ടിലുള്ള ഏതൊരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ സ്ഥാനത്ത് നമ്മൾ വീട്ടിലെ ബൾബൊക്കെ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ബൾബ്, വീട്ടിലുള്ള എല്ലാ ബൾബും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഓഫ് ആവും. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഓരോ സ്വിച്ചിനും ഓരോതായിട്ടുള്ള, ഓരോ ബൾബിനും ഓരോ സ്വിച്ചേഴ്സ് ആയിട്ടല്ലേ വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മാത്രമല്ല റെസിസ്റ്റൻസും പാരലൽ കണക്ഷന് കുറവായതുകൊണ്ട് നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പം പാരലൽ കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത്. ഇത് മിക്കവാറും
എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് മിക്സ് ചെയ്ത് തന്നിട്ട് കറക്റ്റ് ടേബിൾ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലൊക്കെ ഈ സാധനം വരുന്നതായിരിക്കും. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും ഒന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് റെസിസ്റ്ററിൻ്റെ കളർ കോഡിനെ പറ്റി നോക്കാം. ഇത് നിങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു കടയിൽ ചെന്ന് റെസിസ്റ്റർ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഴയ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ പൊളിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾ റെസിസ്റ്റർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ 4 കളറുള്ള ഇങ്ങനെ റൗണ്ട് വരച്ച് വെച്ച് കണ്ടിട്ടുണ്ടാവും. ശരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ്. അതായത് ഇപ്പോൾ ഓരോ റെസിസ്റ്റർ ഉണ്ടാവുമല്ലോ, 10 ഓം അല്ലെങ്കിൽ 20 കിലോ ഓം, 36 കിലോ ഓം, 25 ഓം. ആ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ നമ്മൾ കളർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഓരോ കളറിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതായത് ബ്ലാക്കിനാണെങ്കിൽ 0, ബ്രൗണിനാണെങ്കിൽ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഈ 0 to 9 ഉള്ള നമ്പേഴ്സ് നമ്മൾ ഓരോ കളേഴ്സായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 കളേഴ്സ് അതിൻ്റെ വാല്യൂ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പം ബ്ലൂവും വയലറ്റും ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 6, 7, 67. മൂന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പം ബ്രൗൺ ആണെങ്കിൽ വാല്യൂ എന്താ 1 അല്ലേ, അപ്പം 0, 670 ഓം. അതേപോലെ നമുക്ക് ലാസ്റ്റ് കുറച്ച് വിട്ടിട്ട് വേറൊരു ലൈനും കൂടെ കാണാം. അതൊന്നെങ്കിൽ സിൽവർ കളർ ആയിരിക്കും അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ടോളറൻസ് വാല്യൂ ആണ്. ഇപ്പോൾ സിൽവർ ആണെങ്കിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് 10% ആയിരിക്കും ടോളറൻസ്. ഗോൾഡ് ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 5% ആയിരിക്കും ടോളറൻസ്. പിന്നെ ചിലതിനകത്ത് കളർ ഉണ്ടാവാത്തൊരു കേസ് ഉണ്ടാവും, ഫോർത്ത് കളർ ഉണ്ടാവില്ല. അപ്പോൾ കളർ ഇല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 20% ആയിരിക്കും അതിൻ്റെ ടോളറൻസ്. ഈ ടോളറൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഈ 670 ഓം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു സിൽവർ ലൈനും കൂടെ ഉണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ പ്ലസ് ഓർ മൈനസ് 10%. അതായത് ഈ വാല്യൂവിൻ്റെ 10% കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് ടോട്ടൽ റെസിസ്റ്ററിനകത്ത്. അത്രയൊരു എമൗണ്ട് ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം, അല്ലെങ്കിൽ ആ കറക്റ്റ് വാല്യൂ നിൽക്കും. ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ ആ റെസിസ്റ്റർ വാല്യൂ നിൽക്കുന്നത്. അതാണ് ആ വാല്യൂ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് ആണെങ്കിൽ ഈ 670 ഓമിൻ്റെ ഒരു 5% കൂടാനോ 5% കുറയാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും ആ റെസിസ്റ്റർ വാല്യൂ നിൽക്കുക. അപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു റെഡ് ലൈൻ, ഒരു ബ്ലൂ, ഒരു ഓറഞ്ച്, പിന്നെ ഇതൊരു സിൽവർ ലൈനെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് കളർ ഏതാ? റെഡ്. റെഡിന് കറസ്പോണ്ടിങ് നമുക്ക് 2 ഉണ്ട്, 2 എഴുതി. സെക്കൻഡ് കളർ ഏതാ? ബ്ലൂ. നമ്മൾ ബ്ലൂ നോക്കുക. ഇതിനകത്ത് ബ്ലൂ എവിടെയുള്ളത്? 6 ആണ്, 26 എന്ന് കിട്ടി. തേർഡ് കളർ ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ച് കളർ നമ്മൾ ഏതാ? ഓറഞ്ചിൻ്റെ വാല്യൂ 3 അല്ലേ. പക്ഷേ തേർഡ് കളർ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 26 കഴിഞ്ഞിട്ട് ഓറഞ്ച് 3 ആയതുകൊണ്ട് 3 സീറോസ് ഇടണം. പിന്നെ ഫൈനൽ ഇത് സിൽവർ കളറാണ്. ഇപ്പോൾ സിൽവർ കളറിൻ്റെ ടോളറൻസ് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 10% അല്ലേ. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ എഴുതും? 26,000 ഓം പ്ലസ് ഓർ മൈനസ് 10%. ഇപ്പോൾ ഒരു 1000 എന്നുള്ള സാധനത്തിന് നമ്മൾ കെ വെച്ച് റെപ്രസെൻ്റ് ചെയ്യല്ലേ. ഇപ്പോൾ 1K വ്യൂസ്, 1K ഫോളോവേഴ്സ് എന്നൊക്കെ പറയുമല്ലോ, അതെന്താ 1000 അല്ലേ. അപ്പോൾ 26,000 നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 26 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 10%. അപ്പോൾ ഇങ്ങനെ ഒരു കളർ കോഡ് കിട്ടിയാൽ ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഓർഡർ ഓർത്തിരിക്കാൻ നമ്മൾ പണ്ട് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് എന്താ, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് BROY GBVGW അല്ലേ. ഇത് നമ്മൾ പറയുന്നൊരു സംഭവമുണ്ട്, BB റോയ് എന്ന് പറയുന്ന ഒരാൾ, BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ.
B Roy of Great Britain has a very good wife. അപ്പോൾ BB Roy of Great Britain has a very good wife എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ലെറ്റേഴ്സ് ഈ സെയിം ഓർഡറിൽ നമുക്ക് കിട്ടും. പക്ഷേ ഈ ബി എന്ന് പറയുന്നത് 3 തവണ വരുന്നുണ്ട്, ബ്ലാക്ക്, ബ്രൗണ്, ബ്ലൂ. അപ്പോൾ ആ ഒരു സാധനം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓർത്തിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ അങ്ങനെ പ്രോബ്ലം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതാണ് കളർ കോഡ് ഇങ്ങനെയാണ് വരിക. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇപ്പം കണക്ഷൻ സീരീസ് ആൻഡ് പാരലൽ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇറ്റ് ഈസ് ഗിവൺ എ 5 ohm ആൻഡ് 20 ohm റെസിസ്റ്റർ ആൻഡ് എ 10 volt ബാറ്ററി. നമുക്കൊരു 5 ohmൻ്റെയും 20 ohmൻ്റെയും റെസിസ്റ്ററും ഒരു 10 volt ബാറ്ററിയും തന്നിട്ടുണ്ട്. പറഞ്ഞത് എന്താണ്? ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. അപ്പോൾ ഈ 3 സംഭവം വെച്ചിട്ട് അതിൻ്റെ സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും ഡയഗ്രാം വരയ്ക്കാനും ആ 2 സർക്യൂട്ടിനകത്തുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസും കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സീരീസ് കണക്ഷൻ വരയ്ക്കാം. സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകണമല്ലോ. അപ്പം ഫസ്റ്റ് ഇത് 5 ohm, ഇത് 20 ohm connected across a 10 volt battery. സീരീസ് ആയിട്ട് വരച്ചു. ഇനി നമുക്ക് പാരലൽ വരയ്ക്കുമ്പം $5 ohm, 20 ohm, 10 volt ബാറ്ററി. ഇപ്പോൾ സീരീസിനകത്ത് നമുക്കിനി ഫസ്റ്റ് പറഞ്ഞ എന്താ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പം സീരീസ് കണക്ഷൻ ആണെങ്കിൽ ടോട്ടൽ ആർ എന്താണ്? R1 + R2 എന്ന് വരും അല്ലേ? 5 + 20, 25 ohm കിട്ടി. യൂണിറ്റ് ഇടാൻ മറക്കരുത്. നമ്മൾ സീരീസിനകത്ത് കിട്ടി. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? 1/R = 1/R1 + 1/R2. അത് നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ എഴുതിയത്? R1 + R2 / R1 R2 ആണ് 1/R. അപ്പോൾ R എന്തായി? R1 R2 / R1 + R2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 × 20 / 5 + 20 എന്ന് പറയുമ്പോൾ നമുക്ക് 100 / 25 നമുക്ക് 4 ohm കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിലെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ സർക്യൂട്ടിലുള്ള കറണ്ട് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട്? വോൾട്ടേജും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്തിട്ട് I = V/R. I അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് ടോട്ടൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 10 / ഇവിടെ റെസിസ്റ്റൻസ് എത്രയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 25. അപ്പോൾ നമുക്ക് ഈ കേസ് പിന്നെ ഇതിനകത്ത് വരുന്ന സമയത്ത് I = V/R. വോൾട്ടേജ് 10/4. ഈ കേസിനകത്ത് 10/25 എന്ന് പറഞ്ഞാൽ 0.4 ആംപിയർ ഓഫ് കറണ്ട്. ഈ കേസിൽ 10/4 എന്ന് പറയുമ്പം 2.5 ആംപിയർ. എപ്പോഴും നിങ്ങൾ യൂണിറ്റ് ഇടാൻ മറക്കരുത്. റെസിസ്റ്റർ ഓം ആണ്, കറണ്ടിൻ്റെത് ആംപിയർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ സീരീസ് ആകുമ്പോഴും പാരലൽ ആവുന്ന സമയത്തും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകാതിരിക്കുക. പ്രത്യേകിച്ച് പാരലലിൻ്റെ കേസിൽ, അതായത്
R എടുക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ 1/R ആണ് അത് റെസിപ്രോക്കൽ എടുക്കാൻ മറന്നുപോയത്. അത് തെറ്റിയാൽ പിന്നെ ഫുള്ള് പ്രശ്നമാകും. സീരീസിൻ്റെ കേസിൽ പിന്നെ പ്രശ്നമില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പിന്നെ എടുക്കുന്ന വാല്യൂസ് വെച്ച് ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് ആണ് നിങ്ങൾ ചെയ്തു കൊണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ടിനകത്ത് വരുന്ന കേസസ് ഒക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.